അതിദാരിദ്ര്യമുക്ത കേരളം അതാണല്ലോ പ്രഖ്യാപനം. പക്ഷേ സത്യാവസ്ഥ അതാണോ? അറിയാൻ അധിക ദൂരം ഒന്നും പോകേണ്ട. തലസ്ഥാനത്ത് തന്നെയുണ്ട് ഉത്തരം പറയുന്ന ചില മുഖങ്ങൾ. ഞങ്ങൾക്കൂടെ എന്തെങ്കിലും തരണ്ടേ? ഞങ്ങൾ പാവപ്പെട്ട് ഞങ്ങൾ ജീവിക്കണ്ടേ? ഞങ്ങൾ വോട്ട് മാത്രം മതിയോ? നമുക്കൊരു പട്ടയം പോലും ഇല്ലാതെ പുറമ്പോക്കിൽ തന്നെ ജീവിക്കണം. എനിക്ക് കിടക്കാടമില്ല, വീടില്ല, 2 സെന്റ് സ്ഥലം പോലും ഇല്ല. സ്ഥലം വാങ്ങിക്കാനും നമ്മളെ കൊണ്ട് പറ്റുകയില്ല. ഒരവസ്ഥ കെട്ടൊരു രീതിയിലാണ്. എനിക്ക് ആരെങ്കിലും തരണോ ഇന്നത്തെ ആഹാരം? ആരെങ്കിലും ഞങ്ങളിപ്പം സഹായിക്കണം. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു സ്വപ്നം മാത്രം, സ്വന്തമായൊരു വീട്. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് ഇവർക്കറിയില്ല. ഭക്ഷണത്തിനോ മരുന്നിനോ മറ്റൊരാളോട് ചോദിക്കേണ്ട ദുരവസ്ഥ. തിരുവനന്തപുരം നേമത്ത് പള്ളിച്ചൽ പഞ്ചായത്തിലെ വെള്ളംകെട്ടുവിള ചാനൽക്കര പ്രദേശം. പുറമ്പോക്ക് ഭൂമിയിൽ ജീവിച്ചു തീരുന്നവർ. ഒരു മുറി മാത്രമുള്ള പല വീടുകൾ, ഇടുങ്ങിയിരുണ്ട വഴികൾ, കുടുങ്ങിപ്പോയ കുറേ ജീവനുകൾ. ഇത് ഷജീല, വയസ്സ് 48. പുറമ്പോക്കിലെ ജീവിതത്തിനും അതേ പ്രായം. പരാതികളേറെയുണ്ട് പറയാൻ, പക്ഷേ പരിമിതികളിൽ പറയുന്നത് ഒന്നു മാത്രം. നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് പട്ടയമെങ്കിലും ഞങ്ങൾക്ക് തന്ന് സഹായിച്ച് വളരെ ഒരു ഉപകാരമായിരിക്കും. അത്രയും നിവൃത്തികെട്ട ഒരു രീതിയിലുള്ള ജീവിതത്തിലുള്ള ഞങ്ങളാണ്. പറഞ്ഞു മുറിഞ്ഞ വാക്കുകൾ നിറയെ നിസ്സഹായത. ഒരു നിവൃത്തിയില്ലാതെ നമ്മളിവിടെ കിടന്നു. നമുക്ക് നിവൃത്തി ഞങ്ങൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയി. അവഗണനയിൽ മനം നൊന്തു മടുത്തു. ഇതിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ ദ്രോഹിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ആവശ്യങ്ങളെല്ലാം അവഗണനയാകുന്നു. അവർ കൊടുക്കുന്നവർക്കെല്ലാം നമ്മുടെ വാർഡിലുള്ളവർ തന്നെ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കും. ഞങ്ങളെപ്പോലുള്ള ആർക്കും ഒന്നും തരണില്ല. അവരെ വേണ്ടത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം. ഞങ്ങൾ വോട്ട് മാത്രം മതി അവർക്ക്. എല്ലാ പ്രാവശ്യം മതി ഞങ്ങൾ അത് തരാം, ഇത് തരാം, മറ്റേ തരാം, മറിച്ച് തരാമെന്ന് പറയും. ഞങ്ങൾക്ക് ഇവിടങ്ങളിൽ ആർക്കും ഒന്നും ചെയ്യില്ല. പെൻഷൻ 200 രൂപ കൂട്ടുന്നെന്ന് പറഞ്ഞു. ആ 200 രൂപ ഈ ഇലക്ഷൻ ആയതുകൊണ്ടാണ് അവർ കൂട്ടി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർ തരുമോ നമുക്ക്? ഇത് യൂസഫ്, വയസ്സ് 54. മാറിയത് പ്രായം മാത്രം. മരുന്ന് വാങ്ങിക്കാൻ പോലും ഒരു ഗതിയുമില്ല, ആരും തന്നെ സഹായിക്കാനുമില്ല. ആർക്കും വേണ്ടാത്തവർക്ക് ചിലരുണ്ടാകും കൂട്ട്. നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണം. എനിക്ക് ഈ മക്കളാണ് എനിക്ക് സഹായിച്ചത്. സത്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് എവിടെ പറയാനും നാണക്കേടില്ല. ഞാനിപ്പോൾ ഇന്ന് ഈ നിലയിൽ ഇവിടെ ഇരിക്കുന്ന എന്നെ BJP എൻ്റെ മക്കൾ തന്നെയാണ് രക്ഷിച്ചത്. ഞാൻ പ്രസവിച്ചില്ല മാത്രമല്ല, അത്ര കഷ്ടപ്പെട്ട ആ മക്കൾ ഓടി കൊടുക്കാത്ത പൈസയെ അവർ പിടിച്ച് വാങ്ങിച്ച കണക്ക് കൊണ്ടുവന്നാണ് ഈ ഓപ്പറേഷൻ ചെയ്തത്. പിന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇന്ന് ഇവിടെ വെച്ചിരിക്കുന്ന ആ കുട്ടികൾ. 40 വർഷം കൊണ്ട് പറമ്പ് കിടക്കുന്ന ആളുകൾ. അവർക്ക് തന്നെ ഭൂമിയോ സ്വന്തമായിട്ട് ഭൂമിയോ പട്ടയോ ഒന്നും തന്നെ ഇല്ല. അവരും കഷ്ടത്തിലാണ്. സ്വയം പ്രഖ്യാപിത അതിദാരിദ്ര്യമുക്ത കേരളത്തിലെ അവസാനിക്കാത്ത അസ്ഥിപഞ്ജര കാഴ്ചകൾ. അമൽപ്രീത പ്രദീപ്, ജനം, തിരുവനന്തപുരം. അമല, സ്ക്രിപ്റ്റിൽ പറയുന്നത് കൃത്യമാണ്. അതായത് ഈ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഈ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പാവപ്പെട്ടവന് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം ചുറ്റും ദാരിദ്ര്യമാണ്. അങ്ങനെ ഓരോ ദിവസവും മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കുന്ന ആളുകൾക്കിടയിലാണ് ഇത്തരം പ്രഹസനം നിറഞ്ഞ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നൊക്കെ അതും ഒരു മുഖ്യമന്ത്രി തന്നെ നടത്തുന്നത്. എത്രത്തോളം കഷ്ടമാണ് ഈ നാടിൻ്റെ സാഹചര്യം എന്നത് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. മാത്രമല്ല, സേവാഭാരതി പോലെയുള്ള സംഘടനകളെ പറ്റി ആ വാർത്തയ്ക്കകത്ത് പരാമർശിക്കുന്നുണ്ട്. പുറമ്പോക്കിൽ കഴിയുന്ന ഒരു മുസ്ലിം കുടുംബം പറയുകയാണ്, ഞങ്ങൾക്ക് മുന്നിൽ ദൈവത്തെ പോലെ പ്രത്യക്ഷപ്പെട്ടത് സേവാഭാരതിയും BJP-കാരുമാണ് എന്ന ഉമ്മ പറയുന്നതും ഈ വാർത്തയുടെ മറ്റൊരു ഹൈലൈറ്റ് ആണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം.